അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവർക്ക് ചില ആത്മപരിശോധനകളൊക്കെ നടത്തേണ്ട ഒരു കാലമാണ്. ലഗ്നത്തിൽ ശുക്രനുണ്ട്, എന്നാൽ വ്യാഴം അനുകൂലമായിട്ടുള്ള അവസ്ഥയിലല്ല. അത് നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലും മറ്റുമൊക്കെ കൂടുതൽ ഒരു ആകർഷണീയതയൊക്കെ കിട്ടും. ജനങ്ങളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഭാവങ്ങളൊക്കെ കിട്ടും. എങ്കിലും പൊതുവേ ഒരു ദൈവാധീനം കുറഞ്ഞ ഒരു കാലമാണ് എന്നും കൂടെ കണ്ടുകൊണ്ട് വേണം പുതിയ പ്രവർത്തികളും മറ്റും ഏറ്റെടുക്കാൻ. കാര്യങ്ങൾ നടത്തുന്നവർക്ക്, പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗം, അധ്യാപനം, അതുപോലെ മീഡിയ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തികൾ, മാർക്കറ്റിംഗ് മുതലായിട്ടുള്ള മേഖലകളിലുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ അനുകൂലമാണ്. ലഗ്നത്തിൽ, അതായത് ശുക്രനോടൊപ്പം തന്നെ കേതുവും നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ ഇരിക്കാനും ഇടയുണ്ട്. പൂർണ്ണമായ പരാജയമാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. താൽക്കാലികമായിട്ടുള്ള പ്രതീക്ഷയ്ക്കൊത്ത ഒരു അനുകൂലമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അടുത്ത കാലഘട്ടത്തിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നതാണ്. ബുധൻ വക്രത്തിലാണ്. അത് 11ാം ഭാവത്തിലായതുകൊണ്ട് പഴയ ചില ബന്ധങ്ങളിൽ കൂടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ കൂടെ ഒക്കെയുള്ള ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ ധനാഗമങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 16-ാം തീയതി കഴിഞ്ഞാൽ ജൂലൈ 16-ന് ശേഷം 12ാം ഭാവത്തിലേക്ക് സൂര്യൻ മാറുമ്പോൾ ചില വിദേശ ബന്ധത്തിൽ കൂടെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക്, ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ വിദേശങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളോ കൂടെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ ഗവേഷണം, പഠനം മുതലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്, അതുപോലെ ആത്മീയ മേഖലയിലുള്ളവർക്ക്, ഇവർക്കൊക്കെ കൂടുതൽ ഒരു ഊർജ്ജസ്വലത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓഫീസ് രാഷ്ട്രീയം, അതായത് സഹപ്രവർത്തകന്മാരുമായിട്ടോ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലേക്ക് ഇടപെടാതിരിക്കുകയാണ് നല്ലത്. അതുമൂലമുണ്ടാകുന്ന ചില ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വരുമാനം സ്ഥിരമായിട്ട് ഉണ്ടാകും. ആഡംബര ചിലവുകളും മറ്റുമൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കളും ശുക്രൻ്റെ ലഗ്നത്തിലെ സ്ഥിതി കൊണ്ട് അതിനോടൊക്കെയുള്ളൊരു ഒരു വാഞ്ച, ആഗ്രഹം ഉണ്ടാവുക. അതിനേക്ക് വേണ്ടിയിട്ട് വിനോദയാത്ര മുതലായ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ധനം ചെലവ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെലവ് കൂടുതലാകാൻ സാധ്യതയുണ്ട്. പഴയ ചില നിക്ഷേപങ്ങളിൽ നിന്നൊക്കെയുള്ള വരുമാനം നമുക്ക് ഉണ്ടാകും. എന്നാലും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെ പരിശോധിച്ചിട്ട് വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പണം മുടക്കാനും ഒക്കെ. ആരോഗ്യപരമായിട്ട് ശരീരസൗഖ്യം പൊതുവെ ഉണ്ടാകും. എന്നാൽ കുറച്ച് മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കണ്ണ് സംബന്ധിച്ച് ഉള്ള ക്ഷീണം അഥവാ കണ്ണ് സംബന്ധിച്ചുള്ള രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവും കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നർത്ഥം. കുടുംബത്തിൽ സ്വന്തം അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കിട്ടും. പ്രത്യേകിച്ച് ജീവിത പങ്കാളി, ഭാര്യ അഥവാ ഭർത്താവ്, അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ കൂടെ വിശ്വാസം കൂടുതൽ ആർജിച്ചെടുക്കാൻ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസവുമായിട്ട് നല്ല ചില സന്തോഷ വാർത്തകളുമൊക്കെ ശ്രവിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഗണപതിയെ ഭജിക്കുക തന്നെയാണ്. ഗണപതി ഹോമം നടത്തുക, അല്ലെങ്കിൽ ഗണപതി സ്തോത്രം ജപിക്കുക. വെള്ളിയാഴ്ച ദിവസം മഹാഗണപതിക്കും അതുപോലെ മഹാലക്ഷ്മിക്കും താമരപ്പൂ സമർപ്പിക്കുക. ഇതൊക്കെയും നല്ല ഫലങ്ങൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പഠനോപകരണങ്ങളുടെ ദാനം, അതായത് ബുക്ക് മുതലായിട്ടുള്ളവ വിദ്യാർത്ഥികൾക്ക് ദാനമായിട്ട് കൊടുക്കുന്നതും ശുഭകരമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്.